25-ാം വയസ്സിൽ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നമ്മ 30-ാം വയസ്സിലാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. പഞ്ചായത്തിലുടനീളം വിദ്യാഭ്യാസം, ആരോഗ്യം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ വലിയ പുരോഗതി കൊണ്ടുവരാൻ അന്നമ്മ ജേക്കബിന് സാധിച്ചു. ആ കാലത്ത് പഞ്ചായത്ത് മെമ്പർമാർക്ക് സിറ്റിംഗ് ഫീസ് 5 രൂപയും പ്രസിഡന്റിന് 20 രൂപയുമായിരുന്നു. രാഷ്ട്രീയാധിപ്രസരം ഇല്ലാതിരുന്ന കാലമായതിനാൽ അക്കാലത്ത് സേവന താൽപ്പര്യമുള്ളവരാണ് പൊതുരംഗത്തേക്ക് കൂടുതലായും കടന്നു വന്നിരുന്നതെന്ന് അന്നമ്മ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഈ രാഷ്ട്രീയ കളി എന്ന് പറയുന്നത്. ഊന്നുകൽ മാറാച്ചേരി പുത്തേയത്ത് ജേക്കബിന്റെ ഭാര്യയായ അന്നമ്മ 1984-ലാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് കുടുംബകാര്യങ്ങളിലേക്ക് തിരിഞ്ഞത്. നമ്പൂരിക്കൂപ്പിലുള്ള വീടിനോട് ചേർന്ന് 12 ഏക്കർ സ്ഥലത്ത് നെല്ലുൾപ്പെടെയുള്ള നിരവധി കൃഷികളാണ് 78-കാരിയായ അന്നമ്മയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിപ്പോരുന്നത്. വനിതാ സംവരണം 50% എന്നുള്ളത് എനിക്കതിനോട് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. 1/3 ആയാലും കുഴപ്പമില്ല. അതിനകത്ത് പ്രവർത്തിക്കാൻ രാഷ്ട്രീയപരമായിട്ട് വ്യക്തികളെ നോക്കാതെ കഴിവും വിദ്യാഭ്യാസവും സേവന മനസ്ഥിതിയുള്ള വനിതകൾ രംഗത്ത് ഇറങ്ങുകയും പ്രവർത്തിക്കുകയും ഇഷ്ടം പോലെ വനിതകളുണ്ട്. കഴിവും വിദ്യാഭ്യാസവും സേവന മനസ്ഥിതിയുമുള്ള സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വരണമെന്നും 50% സ്ത്രീ സംവരണം ആവശ്യമില്ലെന്നുമാണ് 11 വർഷക്കാലം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അന്നമ്മ ജേക്കബിന്റെ അഭിപ്രായം. ജോസഫ് മാർട്ടിൻ, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.